ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടൻ 10 കോടി ഉണ്ടല്ലേ? അടിക്കോ? നോക്കാല്ലേ? 10 കോടിയാണ് ഭാഗ്യമാണ്. ചേട്ടാ, നമ്മൾ ഇതിലേക്കൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പം ഇതാണല്ലോ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നിങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ സഹായം സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കഴിഞ്ഞ കാലങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? നമ്മളെ വികസനം തന്നെ. വികസനമാണ്. പിന്നെ 5 വർഷം MP എന്ന നിലയിൽ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞാൻ BJPയിലേക്ക് പോകാൻ മടിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ പാർലമെൻറ്റിൽ പോകേണ്ടത് ഞാൻ കളക്കാനല്ല, കണ്ണൂർ താവളത്തിൽ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല ഞാൻ. അങ്ങനെ ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? സർക്കാരിന് നല്ല പ്രവർത്തനം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. വികസന കാര്യത്തിലായാലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഏത് മേഖല തൊട്ട് നോക്കിയാലും അതിൻ്റെതായ വികസനങ്ങൾ. ഇപ്പൊ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ക്ഷേമ പെൻഷന്റെ 18 മാസം UDF ഭരിക്കുമ്പോൾ 600 രൂപ കൊടുത്തില്ല. നമ്മൾ ഭരിക്കുമ്പോൾ 1600 രൂപയായി. അത് ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സർക്കാരിന് പൈസ ഇല്ല. അതുകൊണ്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രം. പൈസ ഉണ്ടായാൽ സർക്കാർ കൊടുക്കുന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ അടുപ്പിച്ച് 4800 രൂപ കിട്ടാൻ പോകും. വലിയ സന്തോഷമായില്ലേ? സന്തോഷമാവും. ഈ മോഡിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? ഇല്ല. അതെന്താ ഒറ്റയടിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു? എന്താ സംഭവം? മോഡി എന്ത് കാര്യം കരിനിയമങ്ങളെല്ലാം കൊണ്ടുവരിക എന്നാണ്. ഇപ്പോൾ പൗരത്വ നിയമം കൊണ്ടുവരും, മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാണ്ട് വർഗീയം കൊണ്ടുവരില്ലേ ഇന്ന്. അത് മനുഷ്യരെല്ലാവരും ഒരേപോലെയല്ലേ. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഒരു വേണ്ടി. ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല BJP സ്ഥാനാർത്ഥി പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ. കഴിഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച അപ്പോൾ പഴയ നേതാവിനെതിരെയാണ് BJPയുടെ പുതിയ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് ഇത്തവണ കണ്ണൂർ. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം? എന്തായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ? അല്ല, കണ്ണൂരിന് പുറത്ത് കേരളത്തിൽ മൊത്തം മൊത്തം എങ്ങനെയാണ്? കഴിഞ്ഞതിനേക്കാണെങ്കിൽ കൂടുതൽ മെച്ചം ഉണ്ടാവും. 8 സീറ്റോളം കൂടുതൽ LDF പിടിക്കും. ചേട്ടൻ്റെ പ്രവചനം അങ്ങനെയാണ്? അതിന് വിലയിരുത്തൽ അങ്ങനെയാണ്? പ്രവചനം എന്നൊന്നും ഇല്ല തെരഞ്ഞെടുപ്പിൽ. വിലയിരുത്തൽ 20-20 ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.